3, 2, 1, 0. PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടതായി ISRO. വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പ്രതിസന്ധിയാണ് ദൗത്യത്തിന്റെ പരാജയത്തിന് കാരണമായത്. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-9 ആണ് ഭ്രമണപഥത്തിൽ എത്തും മുൻപ് പരാജയപ്പെട്ടത്. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ അറിയിച്ചു. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation. And the mission could not be accomplished. After analysis, we shall come back. Thank you. അത്യപൂർവമായാണ് PSLV ദൗത്യം പരാജയപ്പെടുന്നത്. ആദ്യ 2 ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. 5 നൂതന ഇമേജിംഗ് സംവിധാനങ്ങൾ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരുന്നു. അതിർത്തികളിൽ നിരീക്ഷണം, കൃഷി, വനം, മണ്ണിന്റെ ഈർപ്പം, വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് ഈ ഉപഗ്രഹം സജ്ജമാക്കിയിരുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാം വിക്ഷേപണമായിരുന്നു PSLV C-61. ഏകദേശം 1696 കിലോഗ്രാം ഭാരമുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് EOS-9. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയർന്ന റെസല്യൂഷനുള്ള കാലാവസ്ഥാ ഇമേജിംഗ് നൽകുന്നതിന് സഹായിക്കുന്നതായിരുന്നു ഉപഗ്രഹം. ദേശസുരക്ഷ, ദുരന്ത നിവാരണം, കൃഷി, വനം, നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കാവുന്ന വിവരങ്ങൾ നിർണായകമായിരുന്നു. സയൻസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.